പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച സർവകക്ഷി യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ തേടി പ്രതിപക്ഷം. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറുപടി നൽകി. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം സർക്കാർ മറുപടി നൽകിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഡൽഹി, എന്തൊക്കെയാണ് പ്രതിപക്ഷം ഈ നിലയിൽ സർക്കാർ വ്യക്തമാക്കണമെന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? അമൽ, അമൃത, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒപ്പം ഇത് രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ഊർജ്ജ മേഖലയിൽ അടക്കമുള്ള പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നതിനായി സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു ഈ സർവകക്ഷി യോഗം. പ്രധാനമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുണ്ടായ ഊർജ്ജ പ്രതിസന്ധിക്കൊപ്പം തന്നെ ഇന്ത്യയുടെ വിദേശ നയം സംബന്ധിച്ചാണ് പ്രതിപക്ഷത്തിന് ആക്ഷേപമുള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഘർഷത്തിന് ശേഷം ആദ്യമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ആ ഒരു സംഭാഷണത്തിന്റെ വിശദാംശങ്ങളാണ് പ്രതിപക്ഷം യോഗത്തിൽ തേടിയത്. യുദ്ധം എല്ലാവർക്കും ദോഷം ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ ചോദ്യങ്ങൾക്കും സർവകക്ഷി യോഗത്തിൽ സർക്കാർ മറുപടി നൽകി എന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു 1.25 മണിക്കൂർ നീണ്ട ഈ സർവകക്ഷി യോഗത്തിന് ശേഷം അറിയിച്ചത്. സാഹചര്യങ്ങൾ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാർ വിശദമായ വിശദീകരണം നൽകിയെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചുവെന്നും കിരൺ റിജിജു അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസ് ഒഴികെയുള്ള മറ്റെല്ലാ പ്രധാന പ്രതിപക്ഷ പാർട്ടികളും ഈ യോഗത്തിൽ പങ്കെടുത്തതായും പാർലമെന്ററി കാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി നിരവധി രാജ്യങ്ങളുമായി നിലവിൽ ഇന്ത്യ സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്ന സർക്കാർ പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കൂടുതൽ എണ്ണ ടാങ്കറുകൾ രാജ്യത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും നിലവിൽ രാജ്യത്തുള്ള കരുതൽ എണ്ണ ശേഖരം പര്യാപ്തമാണ് എന്നുള്ള കാര്യങ്ങളും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ സർവകക്ഷി യോഗത്തിൽ. അമലാമൃത. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.